zani ba re re ni sa ga ri zani sa 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 ga ri zani sa 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 ga ri zani sa 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 ni sa 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 ni sa 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 ni sa 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 ni sa re re ni sa re re ni sa 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 ni sa re re ni sa re re ni sa 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 ni sa sa ga ri zani sa ni ba ga ri sa ni ga ri ba ri ga ba ga ba ni sa ni sa pa ni sa ri zani ga ri zani ba re sa ri zani ba ga sa ni ba ga ri ni pa ni ba ga ri sa ga ri pa ga ni ba sa ga ri sa ga ri pa ga ni ba sa ga ri sa ga ri pa ga ni pa sa ni sa ga ri sa तेरे पास ही मैं आ रहा हूँ अपनी बाहें खोल दे जोर से मुझको गले लगा ले मुझको फिर वो प्यार दे अम्मा अम्मा तू ही जिंदगी है तू ही मेरी मोहब्बत है तेरे ही पैरों में जन्नत है तू ही दिल तू जान अम्मा माँ तुझे सलाम माँ तुझे सलाम माँ तुझे सलाम माँ तुझे सलाम वंदे मातरम 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 Thank you. ഒരു ഡ്യുവറ്റ് സോങ് പാടാൻ പോകുന്നത് നമ്മുടെ സ്വന്തം അച്ചാണ്ടിയും നമ്പുവും. ഒരു മധുരക്കിനാവില്ലരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരം ആശകളാലൊരു പൊൻവല നീ തേൻ വണ്ടു ഞാൻ മലരേ തേൻ വണ്ടു ഞാൻ ഒരു മധുരക്കിനാവില്ലരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരം ആശകളാലൊരു പൊൻവല നീ തേൻ വണ്ടു ഞാൻ മലരേ തേൻ വണ്ടു ഞാൻ അമൃതജലശേഖരം നയന നടന ശിശിരാമൃതം ചിരിമണിയിൽ ചെറുകിളികൾ മേഘനീലമൊഴുകി വരും എന്തൊരുന്മാദം എന്തൊരാവേശം ഒന്നാകുവാൻ വളരെ ഒന്നാകുവാൻ
വണ്ടു ഞാൻ. കേക്കാവോ? പുറകിൽ കലവ നദികൾ ഒഴുകുന്നതോ കനകനിധികൾ ഉതിരുന്നതോ പനിമഴയോ പുലരുളിയോ കാലമേഘമെഴുതിയൊരു കാവ്യസംഗീതം കണ്ണിത്താരുണ്യം സ്വന്നത്തെ ഇന്നും അതിൽ വീഴും തേൻവണ്ടു ഞാൻ മലരേ തേൻവണ്ടു ഞാൻ. പോയ വർഷങ്ങളിൽ ഞങ്ങളുടെ സീനിയേഴ്സ് അതിമനോഹരമായി പല നാടകങ്ങൾ കാഴ്ചവെച്ച ഒരു വേദിയാണിത്. അവരിൽ നിന്നും പ്രചോദനം കൊണ്ട് ഞാനൊരു കാര്യം പറയട്ടോ. ഞങ്ങളുടെ സ്കിറ്റിന്റെ പേരാണ് ഓണത്തപ്പൻ. എന്താ പറ? ഫസ്റ്റ് സീനിൽ പോലും കൈയടി കിട്ടിയില്ല, ഇനി കിട്ടും തോന്നുന്നില്ല. അതെന്താ? ചതിച്ചാണ് ആശാനെ. ആ സിനിമാക്കാരൻ ജോഷി നമ്മളെ ചതിച്ച്. എന്തു പറ്റിയടേ? ആ സ്കിറ്റ് എന്ന് പറഞ്ഞു വന്ന എല്ലാരും മുങ്ങിക്കളഞ്ഞു. ആ മഹാബലി ഉൾപ്പെടെ മുങ്ങി. അയ്യോ, ഇവനൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ചപ്പോഴേ എനിക്ക് തോന്നിയതാ നടക്കൂല. ഇനി എന്താ ചെയ്യാ? ആശാനെ, എന്റെ കയ്യിലൊരു സ്കിറ്റ് ഉണ്ട്. വെറുതെ ആണോ നിന്നെ എന്റെ ശിഷ്യനാണെന്ന് പറയുന്നത്? നീ അത് ചെയ്യുമെന്ന് എനിക്കറിയാം. പറ. ആശാൻ ഊഹിച്ചേ. ഇത് ഓണല്ലേ? അപ്പൊ ശകുന്തള അല്ല. അപ്പൊ പിന്നെ രാമായണം? അയ്യോ, അതൊന്നല്ല. മഹാഭാരത. എന്നാ നീ എന്നെ അങ്ങ് പറ. നമ്മുടെ മലയാളികളുടെ സ്വന്തം ഒരു ഇതിഹാസ കഥാപാത്രം, നമ്മുടെ മലയാളികൾ നെഞ്ചിലേറ്റിയ മഹാബലിയുടെ തൊട്ടടുത്ത ജൂലിയസ് സീസർ. ഇല്ല, ഓണാണ്, ഒളിമ്പിക്സ് അല്ല. ഇല്ല, ഒന്നും പ്രശ്നമില്ല. ആശാൻ വാ, ഫുൾ സെറ്റ് റെഡിയാണ്. എന്തായാലും ഞാനൊന്ന് പറഞ്ഞിട്ട് വരാം. സഹൃദയരെ, ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് വെറും ചീപ്പായ നൃത്തച്ചുവടുകളല്ല. നിങ്ങൾ തേർഡ് ഇയേഴ്സ് അവതരിപ്പിക്കുന്ന നാടകം ജൂലിയസ് സീസർ. എടാ മണ്ട, ഇത് രാമായണല്ലേ, ഇത് സീസറാ. എന്റെ പൊന്നോ. പ്രിയതമേ, നീ എന്താ ഡയലോഗ് പറയാത്ത? ഇതിന് മുഖത്ത് നോക്കി എങ്ങനെയാണ് ഡയലോഗ് പറയുന്നത്? സീനാക്കല്ലേ പ്ലീസ്. എടാ ഡയലോഗ് പറയടേ. പ്രിയതമേ, എന്താ നിന്റെ മുഖത്തൊരു മ്ലാനത? ഞാൻ ദുസ്വപ്നങ്ങൾ കാണുന്നു. തന്നെ എന്താ നീ കണ്ടത്? ശവങ്ങൾ നടക്കുന്നു. ഭൂതങ്ങൾ പറക്കുന്നു. സിംഹങ്ങൾ റോഡിലൂടെ ഓടി നടന്ന് പ്രസവിക്കുന്നു. ഓ മൈ ഗോഡ്, സത്യം? അപ്പോൾ റോമ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയാണ് ഞാൻ. എന്റെ ഭാര്യ ദുസ്വപ്നങ്ങൾ കാണുന്നത് എന്റെ പേരിന് കളങ്കമാണ്. പ്രിയേ, നീ ഒന്നുകൊണ്ട് മയക്കണ്ട. അംഗരക്ഷകർ ഒരു വലിയ അവിടെ ആരൊക്കെ നിൽപ്പുണ്ട്. അംഗരക്ഷകർ ഒരു വലിയ സൈന്യം നമുക്ക് ചുറ്റുമുണ്ട്. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട പ്രിയേ. നിനക്ക് പേടിയുണ്ടോ? സെനറ്റർമാരുടെ യോഗ, എന്റെ കർത്താവേ. സെനറ്റർമാരുടെ യോഗത്തിൽ പോകാൻ സമയമായി പ്രിയേ, ഞാൻ പോയി വരാം. എന്താ പ്രിയേ?
ഇന്ന് തന്നെ പോണോ നാഥോ? വേണം പ്രിയേ, ഞാൻ പോയി വരാം. നാഥോ എന്നെ അടി ഓടി. അടുത്ത സീൻ കാഷ്യസിന്റെയും ബ്രൂട്ടസിന്റെയും ഗൂഢാലോചന. പുരാതന ഭാഷ. സോറിടാ, മറന്നുപോയി. സുഖം തന്നെയല്ലേ കാഷ്യസ്? അതേ ബ്രൂട്ട്, സുഖമാണ്. പിന്നെ കൊച്ചി കള്ളൻ കാൽപ്പുണ്യായിട്ടുള്ള മറ്റേ ചുറ്റുകളൊക്കെ എങ്ങനെ പോകണം? അങ്ങനെയൊന്നുമില്ല. ആ കുതിരക്ക് എങ്ങനെ മൈലേജൊക്കെ ഉണ്ടാ? കുതിരയുടെ മൈലിനെ പറ്റി ഒന്നും പറയണ്ട, കുഴപ്പമില്ല, സിറ്റി പറ്റത്തില്ല. ഷടാങ്. പിന്നെ താങ്കൾക്ക് സീസണിനെ പറ്റി എന്താണ് അഭിപ്രായം? ഓ, സീസണിനെ പറ്റി ഞാൻ എന്നാ പറയാ, പുള്ളിക്കാരൻ മുറ്റ ഞാൻ അങ്ങനെയല്ലല്ലോ കേട്ടത്. പിന്നെന്തോ കേട്ടെ? അതായത് 9:30 സ്വന്തം വീട്ടിൽ ഇൻ ടൈം. അടിയടാ ബെല്ല്. സ്വന്തം വീട്ടിൽ മഫ്തി ചെക്കിങ്ങിന് വരുന്നു. 9:30 കഴിഞ്ഞ് വീട്ടിൽ കയറിയ 100 രൂപ ഫൈൻ. എല്ലാം പോട്ടെ ബ്രൂട്ടസ്, നമ്മുടെ ടാസ്മാക്ക് അവര് പൂട്ടിച്ചില്ലേ? ബ്രൂട്ടസ് ഇത് കേൾക്കണം. സീസർ ഏകാധിപതിയാകാൻ ശ്രമിക്കുന്നു. ഇല്ല കാഷ്യസ്, ഇല്ല, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സീസർ ഒരിക്കലും അങ്ങനെ ചെയ്തില്ല. സീസർ എന്റെ സ്വന്തം അമ്മയുടെ പെങ്ങളുടെ അനിയങ്ങളുടെ ഒരു അകലുന്ന ബന്ധുവായിട്ട് വരും. ഓഹോ, അതെല്ലാം പോട്ടെ. ആ, ഈ പറഞ്ഞ തെളിവൊക്കെ ഉണ്ടോ കയ്യിൽ? ഉണ്ട്, തെളിവ്. എടുത്തോണ്ട് കാണട്ടെ. ഇതാ വായിച്ചു നോക്കണം, ഇത് മൊത്തം തെളിവുകളാ. അടുത്ത പാട്ട്. തെറ്റുപറ്റിപ്പോയി കാഷ്യസ്, തെറ്റുപറ്റിപ്പോയി. ബ്രൂട്ടസ് വരൂ, നമുക്ക് ഗൂഢാലോചിക്കാം. യെസ്. പോരുന്നോ എൻ്റെ കൂടെ? ദാ വന്നു. റോമാക്കാരെ, കുഞ്ഞാടുകളെ, കൺട്രികളെ, ഞാൻ മാർക്ക് ആന്റണി ആകുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും കാതുകൾ എന്നിലേക്ക് തരുവൻ. ബ്രൂട്ടസ് പറയുന്നു സീസർ അംബീഷ്യസ് അഥവാ സ്വാർത്ഥനായിരുന്നുവെന്ന്. എന്നാൽ സീസർ അതായിരുന്നു കുഞ്ഞാടുകളെ. അതാണ് ഇന്നത്തെ ചിന്താവിഷയം. കർത്താവിൽ നിദ്ര പ്രാപിച്ച സീസറാണ് കിടക്കുന്നത്. എന്തുവാടാ ഇത്? എന്നാടാ? എടാ, സീസറെ കൊല്ലുന്ന സീൻ കഴിഞ്ഞിട്ടില്ലടാ മണ്ടാ. അയ്യോ, നിന്നെ ആരും ഇങ്ങോട്ട് കയറ്റി വിട്ടത്? എടാ ഞാൻ ഇതുവഴി എന്തുണ്ടെങ്കിലും കേറി ചെന്ന് കൊളാക്കിക്കോണേ. ഇറങ്ങിപ്പോടെ. ഇനി എന്ത് ചെയ്യും അളിയോ? നീ ഒരു കാര്യം ചെയ്യും, നീ സീസർ മരിച്ചിട്ടില്ല എന്ന മൈൻഡ് എങ്ങനെയെങ്കിലും ആക്കി തീർക്കുക. എന്തെങ്കിലും പറയടേ. സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ മരിച്ചു എന്ന് കരുതിയ സീസർ ജീവനോടെ വന്ന വിവരം ഞാൻ സസന്തോഷം അറിയിച്ചു കൊള്ളുന്നു. സുഹൃത്തുക്കളെ, ഇവിടെ തടിച്ചുകൂട്ടിയ നാട്ടുകാർക്ക് മണവാളൻ സെൻസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തും. ആഹ്ലാദിപ്പിൻ, അർമാദിപ്പിൻ. അടുത്ത സീൻ. അടുത്ത സീൻ സെനറ്റർമാരുടെ യോഗം.
എൻ്റെ സെനറ്റർമാർ, ഇവരാണ് എൻ്റെ രാജ്യത്തിൻ്റെ സമ്പത്ത്. ഇവരുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം, ഇവരുടെ ദുഃഖം എൻ്റെ ദുഃഖം. മെറ്റലസ്, എന്താണ് താങ്കളുടെ മുഖത്തൊരു മ്ലാനത? സീസർ, എന്റെ അനിയൻ അനിയൻ എന്ത് പറ്റി? അവൻ 3 ദിവസം സെനറ്റിൽ വന്നില്ല എന്ന് പറഞ്ഞ് ആ. അങ്ങ് അവന് രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിലിട്ടു. ഞാൻ ജയിലിട്ടോ? അതെ, അങ്ങ് കുറച്ച് നാൾ മുമ്പാണ് ജയിലിട്ടിരുന്നത്. അവനൊന്ന് പുറത്തിറക്കി കന്നിരുന്നേ നല്ലായിരുന്നു. ഞാൻ പുറത്തിറക്കണം അല്ലേ? അതെ. ഇപ്പൊ തന്നെ പുറത്തിറക്കുന്നതാണ്. ആരെവിടെ? എടാ അനുവാദം കൊടുക്കില്ല. നീ സ്ക്രിപ്റ്റ് ഒന്നും പഠിച്ചില്ലല്ലേ? എടാ ഇവിടെ അനുവാദം കൊടുക്കാൻ പാടില്ല. ഐ ആം സോറി, അനുവാദം തരാൻ പറ്റില്ല പ്ലീസ്. എടാ നീ സീസർ ആടാ മണ്ട. ഒന്ന് അനുവാദം തരാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് സീസർ അത്? എന്തുകൊണ്ടാണ് അനുവാദം കൊടുക്കാൻ പറ്റാത്തത്? ഞാൻ റോമ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായ സീസറാണ്. കുറേയായി കേൾക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് വേറെ ഡയലോഗ് അറിഞ്ഞു കൊടുക്കുക. താൻ ആരും ചുമ്മാ ഒരേ ഡയലോഗ് തന്നെ കുറെ നേരം പറയുന്നു. തന്നെ ഇയാൾ തല്ലി കൊല്ലണ സമയം ഈശോ, തന്നെ ഞാൻ കൊല്ലണം. അടുത്തതായി കാഷ്യസ്. അടുത്തായി കടന്നു വരുന്നത് 10 BC 248 കാസ്ക. അത് പെട്ടെന്ന് വേണം. നീ എങ്ങോട്ടാ? നിനക്ക് ഇവിടെ കയറി കുത്താൻ പറ്റൂല. നിനക്ക് അറ്റൻഡൻസ് ഇല്ല. നീ ഡീപാട്. എന്താണ് ഞാൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്താണ്. ബ്രൂട്ടസ്.